നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ഗ്രിഡിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് ഓൺ ഗ്രിഡ് എന്നൊരു അത്യാവശ്യം ഐഡിയ എന്ന് തോന്നുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇത് നമ്മളിവിടെ ഓഫീസിൽ നമുക്കൊരു കസ്റ്റമർ ഇപ്പോൾ വരുവാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തതാണ്. പക്ഷേ നമ്മളിത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സ്പേസ് ഇല്ലായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ DBനെ കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. AC/DB എങ്ങനെയാണ്, DC/DB എന്നാണ്. അതിനുശേഷം ഓൺ ഗ്രിഡ് ഉണ്ടായിരുന്നു, ക്യാമറകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം ഓഫ് ഗ്രിഡ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സ്പേസ് ഫ്രണ്ടിൽ തീർന്നുപോയി. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ആയിരുന്നു ഹൈബ്രിഡ് സിസ്റ്റം. ഈ കാണുന്നത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡിന് വെച്ചിട്ട് നമ്മൾ ഓഫ് ഗ്രിഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. ഈ ഹൈബ്രിഡിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പാനൽ, ഇൻവെർട്ടർ, ബാറ്ററി, ഒരു പവർ ഗ്രിഡ് ഉണ്ടാവും. പ്യുവർ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്നതിനാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. നമുക്ക് KCB ലൈനും കണക്ട് ചെയ്ത് നമുക്ക് ഓഫ് ഗ്രിഡ് ചെയ്യാം. പക്ഷേ അതല്ല ശരിക്കുള്ള ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി മൊത്തത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യണതിന് പറയുന്ന പേരാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്ന ഈ പവർ ഗ്രിഡ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പവർ ഗ്രിഡ് വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര കിലോ വാട്ടാണോ പാനൽ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യകത, അതായത് നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ കാണുന്ന പാനൽ ഡിസൈൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ 2 ബാറ്ററി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 200 Hൻ്റെ ഒരു ബാറ്ററിക്ക് നമ്മൾ 500 വാട്ട് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നീട് പകൽ നമുക്ക് കൂടുതൽ ഉപയോഗമുണ്ട്, അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് പാനലിൻ്റെ സൈസ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പല ലൊക്കേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന മൂന്നാർ ഏരിയ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി പാനലിൻ്റെ സൈസ് കൂട്ടി വയ്ക്കും. കാരണം ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പർലി ചാർജിങ് നടക്കില്ല. അത് നമ്മൾ പ്യുവർലി നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പാനൽ ഉണ്ടായിരിക്കും. പാനലിൽ നിന്ന് പകൽ സമയത്ത് പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുണ്ട് ഈ നീല ലൈറ്റ് ഓടുന്നുണ്ടോ, ഈ കാണുന്നതായിരിക്കും പകൽ ജനറേറ്റ് ചെയ്യുന്നു. ഒരു ഇൻവേർട്ടർ, ഒരു MPPT യൂണിറ്റ്. പഴയ ഇൻവേർട്ടറുകളാണെങ്കിൽ നമ്മൾ MPPT സെപ്പറേറ്റ് വെച്ച്, ആശാപവറിൻ്റെ MPPT നമ്മൾ സെപ്പറേറ്റ് വയ്ക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഒറ്റ MPPT ഉള്ളൂ, ആശാപവർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇൻവേർട്ടർ ആയിരിക്കും. ഇൻവേർട്ടർ നമുക്ക് MPPT ഇൻവേർട്ടർ, നോർമൽ ഇൻവേർട്ടർ ഉണ്ട്, അതിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്നു. അത് ത്രൂ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ബാറ്ററി ചാർജായി നമ്മുടെ ബാറ്ററി വോൾട്ടേജ് ഒരു 14.5 എത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഫുൾ ചാർജ്. പിന്നെ പകൽ സമയത്ത് ഓടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നീല ലൈറ്റ് ഉണ്ടോ, പകൽ സമയത്ത് ഓടുന്ന വീട്ടിലേക്കുള്ള സപ്ലൈ മൊത്തം നമ്മുടെ സോളാറിൽ നിന്നായിരിക്കും. ഇതൊരു രാത്രി ആയി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോളാർ നിന്ന് കഴിയുമ്പോഴത്തേക്കും ബാറ്ററിയിൽ നിന്ന് എടുക്കും. ബാറ്ററിയിൽ നിന്ന് ഇത് ചാർജിങ് ആണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റും, അത് തിരിച്ച് ഓപ്പോസിറ്റ് പോകാനും ഇൻവേർട്ടറിൽ കയറും, വീട്ടിലേക്ക് തരും. ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ വർക്കിങ്. ഇതിൻ്റെ കൂടെ നമ്മൾ KCB ലൈൻ ഉണ്ടെങ്കിൽ KCB ലൈനും കൂടി നമ്മൾ കണക്ട് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബാറ്ററി മൊത്തത്തിൽ തീർന്നു പോയാലും, അതായത് നമ്മുടെ ബാറ്ററി മൊത്തത്തിൽ ഡിസ്ചാർജ് ആയിപ്പോയി. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ലൈനിൽ നിന്ന് ഇത് കയറി ബൈപ്പാസ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് സപ്ലൈ കിട്ടും. അതാണ് ഓഫ് ഗ്രിഡിൽ നമ്മൾ KCB ലൈനും കൂടെ കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞ വലിയൊരു കോംപ്ലിക്കേഷനാണ്. അത് ഭയങ്കര കോംപ്ലിസിറ്റിയാണ്. കാരണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഓൺ ഗ്രിഡിന് ഇപ്പോൾ 2 കിലോ വാട്ട്, 3 കിലോ വാട്ട്, 5 കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റേറ്റ് പറയാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം അതിൻ്റെ അത് ഇത്ര വാട്ടിൻ്റെ പാനൽ മതി. ഇപ്പോൾ 3 കിലോ വാട്ടാണെങ്കിൽ 3000 വാട്ടിൻ്റെ പാനൽ, 3 കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടർ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCBയുടെ ബില്ല് എത്ര യൂണിറ്റ് ദിവസം ഉപയോഗമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നെറ്റ് സീറോ ആക്കാം, അതായത് നമ്മുടെ മിനിമം ചാർജിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യം മാത്രം നോക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി. പക്ഷേ ഓഫ് ഗ്രിഡ് അങ്ങനെയല്ല. പ്യുവർലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാൻ. ഇതിന് കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഫെയിലിയർ ആയിരിക്കും സിസ്റ്റം. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 2 ബാറ്ററിയുള്ള സിസ്റ്റമാണ് നിങ്ങൾ കരുതുക. ഈ 2 ബാറ്ററി എന്ന് പറഞ്ഞാൽ 200 Hൻ്റെ വരുമ്പോഴത്തേക്കും 4 യൂണിറ്റോളം കറണ്ട്, അതായത് യൂണിറ്റാണ് അതിൻ്റെ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് രാത്രി ഉപയോഗം ഒരു 5 യൂണിറ്റ് 6 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ ബാറ്ററി നമുക്ക് മതിയാവില്ല. അപ്പോൾ നമുക്ക് ഓരോ ടൈമിലും നമ്മളിപ്പോൾ എത്ര ട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് വെച്ചിട്ടാണ് ഇതിൻ്റെ പാനലും ബാറ്ററിയും സെലക്ട് ചെയ്യുന്നത്. ഇൻവേർട്ടർ നമ്മുടെ ലോഡിനനുസരിച്ചാണ്. ഇങ്ങനെയാണ് നമ്മളിത് പ്യുവർലി ഡിസൈൻ ചെയ്യുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് ഓഫ് ഗ്രിഡിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഓഫ് ഗ്രിഡാണ് ഓൺ ഗ്രിഡിനേക്കാളും. കാരണം നമുക്കിവിടെ കൂടുതലും വരുന്ന വർക്കുകൾ ഓഫ് ഗ്രിഡാണ്. അതുകൊണ്ടാണ് അതിൽ ഞാൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യകതയ്ക്കുള്ള സിസ്റ്റം ആയിരിക്കും നമ്മൾ തരുന്നത്. ഇപ്പോൾ ലോഡ് കുറവാണ്, ബാറ്ററി ബാക്കപ്പാണ് വേണ്ടത്, അതിന് പറ്റിയ ഇൻവേർട്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ MPPTs ആയിരിക്കും. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി കണ്ടുപിടുന്നത്. ഗുഡ് ബൈ.